ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. നമ്മൾ ഇന്ന് ഡേ 3 ഓഫ് നൊമാഡിയൻ വ്ളോഗ്സ് ആണ്. അവൻ എനിക്ക് തോന്നുന്നു 10-ാം തീയതി വരെ ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇന്നെന്തോ കട്ട്ലറ്റ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം അവിടെ പോയി എവിടെയാണെന്ന് എനിക്ക് ലവ് കട്ട്ലറ്റിലോട്ടാണ് പോകണമെന്ന് തോന്നുന്നു. നല്ല സ്ഥലമാണ്. എനിക്കവിടുത്തെ കാന്താരി കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ അവന് അവിടെ പോയി കട്ട്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം ആദ്യത്തെ കട്ട്ലറ്റ് വ്ളോഗ് നമ്മുടെ ചാനലില്ല ഇന്നാണ് കേസ്. അപ്പം ഞാൻ പോയി അവനെ പോയി പിക്ക് ചെയ്യട്ടെ. ആസ് ഓൾവേസ് അവിടെ നിന്ന് അനങ്ങൂല, വൃത്തികെട്ടവൻ. കാറും കൊണ്ടുപോയി വിളിച്ചാൽ മാത്രമേ ദുബായ് ഡോൺ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരും. ഇവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല കേസ്. അവൻ മറ്റേ നമ്മളെ നാട്ടിലെ അതിഥിയാണല്ലോ ദുബായ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പോയി വിളിച്ചിട്ട് വരാം. എന്നിട്ട് നേരെ നമ്മൾ കട്ട്ലറ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കട്ട്ലറ്റ് വ്ളോഗ് ബൈ ഗൈസ്. മിസ്റ്റർ നൊമാഡിയൻ. എന്താടേ നിന്റെ എന്താടേ നീ എന്താണ് നിന്റെ വിചാരം? തൊട്ടപ്പുറത്ത് കിടക്കായിരുന്നു എൻ്റെ വീടിൻ്റെ നിന്റെ കട. കട്ട്ലറ്റ് കഴിക്കണമെന്നും പറയും. എന്നാ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള കട്ട്ലറ്റ് കടയിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇവിടെ വന്ന് മറ്റേ ഷേക്കിനെ വിളിക്കൊണ്ട് പോണ പോലെ വന്ന് വിളിച്ചോണ്ട് പോയി കട്ട്ലറ്റ് തീറ്റിപ്പിക്കാൻ. നീ ആരാടാ നീ? ഈ ശ്വാസിനെ നോക്കിയോ? ഇതേപോലത്തെ വള്ളി കേസുകളൊന്നും നീ ഇങ്ങോട്ട് കൊടുത്തു വിടല്ലെന്ന് ഞാൻ പറയാം. നോക്കിയോ, കട്ട വള്ളി. എടാ എനിക്ക് ദുബായ് വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര പേരുണ്ടെന്ന് അറിയാവോ? ഇത് പ്രതികാരം. ഞാൻ മൊബൈലോട്ടേ വരൂല. പോരെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അടിമ പണി ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. തേണ്ടിച്ചാറ്റ മ്യൂസിക് ഒക്കെ ഷിറ്റ് കോപ്പിറൈറ്റ്. എനിക്ക് എന്താ 2 ദിവസമായിട്ട് മ്യൂസിക് കോപ്പിറൈറ്റ് ഇടുന്ന കറങ്ങുന്നുണ്ട് കേട്ടാ. ഇല്ല കിട്ടിയില്ല, തിരിക്കാൻ കിട്ടിയില്ല. മണിമുറ്റത്താവണിപ്പന്തൽ. എന്താണ് പരിപാടി പറ? നമ്മൾ കട്ട്ലറ്റ് കഴിക്കാൻ പോകണം. അത് മഴയത്ത് നമ്മൾ കഴിക്കാൻ പറ്റിയ സാധനങ്ങളാണ് കട്ട്ലറ്റ്, ചായ. നീ മറ്റേ ഓസൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടോ മഴ പെയ്യിപ്പിക്കാനായിട്ട്? സൂപ്പർ. ഇവിടെ മഴ സൂര്യൻ നോക്കിയാണ്. സൂര്യൻ നോക്കിയാണ്. സൂര്യനെ കണ്ട വെളിയിൽ മുകളിൽ കണ്ട. അതുകൊണ്ടാ ഒരു മഴയില്ല, ഒന്നുമില്ല. എവിടെ കടവന്ത്ര പോയാ പോരെ? ഇന്നലെ നീ എന്റെ മിക്ക ഡയലോഗിൽ നിന്റെ ഈ മൈക്കോടെ വെച്ചേക്കണുണ്ടേ. ഞാൻ കാര്യം പറയുമ്പോ നിന്റെ സംസാരം അപ്പുറത്തെ സൈഡിൽ എവനുമായിട്ട് എന്തൊക്കെ കട്ട് ചെയ്തെന്നറിയാം. ഞാൻ സംസാരിച്ചത് ആദ്യം കട്ട് ചെയ്തതാണ്. എന്തോടെ റൂമിന്റെ അകത്ത് അവന് കലക്കി കൊടുത്തത്? മെട്രോ. അയ്യോ, വൈകുന്നേരം വരെ കിടന്ന് ഉറങ്ങും. അതൊന്നും ഇടല്ലേ. എന്നിട്ട് വരും. എടാ കട എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഈ കട. കടയുടെ തൊട്ടടുത്താണ് കടവന്ത്ര. ഇവനെ ഊബർ ഓടിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടാ നീ. നിനക്ക് വീഡിയോ എടുക്കാൻ അറിഞ്ഞുകൂടെന്നല്ലേ അവൻ പറഞ്ഞത്. ഇവനെ ഊബർ ഓടിക്കാറുണ്ട് അവന്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഉണ്ടായിരുന്നു പഴംപൊരി ബർഗറിന്റെയും ആഫ്റ്റർ എഫക്ട്സ് വീഡിയോ പതിയെ കേറുന്നുണ്ട്. അടി പറയുമ്പോ ശരിയാട്ടാ, നല്ല രസമുണ്ട് കേട്ടാ കട്ട് ചെയ്തത്. ആരും പറഞ്ഞോ? ആരും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞു. ഇത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. വേറെ ആർക്ക് വേറെ പണിയില്ലേ. ഞാൻ എന്റെ അടുത്ത് കുറച്ച് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുതിയ ചായ ഉണ്ട്. ഞാനൊരു മണ്ടനാണ്. ക്യാമറ പൊക്കിയപ്പോ തന്നെ കാരണം ഞാന് മൈക്ക് എടുത്തിട്ട് ഒന്നുമില്ല. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് കിട്ടി. കട്ട് ചെയ്ത് ഫസ്റ്റ് ഇടാനുള്ള തന്നെ. അതായത് നമ്മളെ വ്ളോഗ് തുടങ്ങുമ്പോ തന്നെ ആദ്യത്തെ സംഭവം അതാണ്. ഞാൻ എന്തൊരു മണ്ടനാണ്. ഞാൻ നിങ്ങളുടെ മൈക്ക് എടുത്തിട്ട് ഇതിനകത്ത് ഓണാവുന്നില്ല. ഓക്കെ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, നമ്മള് നൊമാഡിയന്റെ കുറ്റസമ്മതം കേട്ടിരിക്കുകയാണ്. എന്തൊക്കെ കട്ട്ലറ്റ് പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞത് ഇറ്റാലിയൻ ചീസ്, പിന്നെ കാന്താരി കട്ട്ലറ്റ് എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഓണത്തിന് എന്തൊരു സ്പെഷ്യൽ ഉണ്ട്, അതുകൂടെ ട്രൈ ചെയ്യണം. ബർഗർ കട്ട്ലറ്റ് അല്ലല്ല, അത് എനിക്ക് ചുമ്മാ ഒന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റി എന്താ അറിയാൻ വേണ്ടി. ബർഗർ കട്ട്ലറ്റ് ഇവിടെ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ലാത്ത കേസ് കൊച്ചിയിൽ. നമ്മളത് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യും ഫസ്റ്റ്. നൊമാഡിയൻ കാരണം നമുക്കിന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ കിട്ടാൻ പോവുകയാണ്. പായസം കട്ട്ലറ്റ്, അടുത്ത പായസം ഗൈസ്. അതുകൊണ്ട് നമ്മൾ അത് നോക്കും. വാട്ട് ഈസ് ഇറ്റ്? ഇതോടെ സനൂപ്രോയുടെ സബ്സ്ക്രൈബർ എല്ലാം കുത്തനെ താഴും. അത് തന്നെ 3. ഞാൻ പറഞ്ഞു ഇന്ന് ഡേ 3 ഓഫ് നൊമാഡിയൻസ് വധം. ഇത് കഴിഞ്ഞേട്ടാ, ഇനിയില്ല കേട്ടാ. ഇനി ബാക്കിയൊക്കെ ദുബായിൽ. ഇന്നത്തോടെ ഗെറ്റ് ലോസ്. നേരെ ട്രിവാൻഡ്രോ കൊല്ലത്താ എവിടെയെങ്കിലും വയ്ക്കോ. ബൈക്കും വെച്ചോണ്ട് ഇരിക്കണ നോക്കിയാണ്. റെഡിയാവണോ നോക്കി. ഞാനാണ് ഇന്ത്യൻ പ്രസിഡന്റാ. നമ്മള് ജീവിച്ചു പോകണ്ട, നമ്മൾ ഇതുകൊണ്ടാ ജീവിക്കുന്നത്. നൊമാഡിയന്റെ ഓരോരോ കാര്യങ്ങൾ ഗൈസ്. എന്നെ ആരാ വിളിച്ചേ നോക്ക്. വ്ളോഗിങ് ആണ് നമ്മള്. ഓ പാവപ്പെട്ട അവനെ നിന്നെ ഇങ്ങനെ കൊന്നോണ്ടിരിക്കുവാടേ അവൻ.
ഞങ്ങളും വ്ളോഗിങ്ങില്ല. വ്ളോഗിങ് തന്നെ. ഞങ്ങളും വ്ളോഗിങ്ങില്ല. ആ എല്ലാരും ഉണ്ടല്ലോ. നൊമാഡിയെ വിഷമിച്ചിരിക്കാണ് കേട്ടാ. നൊമാഡിയന്റെ മുഖം നോക്കിയാൽ കണ്ണീരൊക്കെ സൈഡിൽ കൂടെ. എടാ നിങ്ങളെ ഒഴിവാക്കിന്ന് തന്നെ കരച്ചില്ല കേട്ടാ ഭയങ്കര. അങ്ങനെ കഴിച്ചു. എന്റെ സ്പീക്കർ അവിടെ അല്ലേ? മൈക്ക് സ്പീക്കറോ? JBL ഓണാണ്. ഓക്കേടാ, കൊള്ളാം. ആ ഡേ എല്ലാം ഓർഡർ ചെയ്തില്ലേ? എല്ലാ ടൈപ്പ് കട്ട്ലറ്റ് ഓർഡർ ചെയ്ത്. അപ്പൊ ഗൈസ് നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. പായസം കട്ട്ലറ്റ്. ഓ ഗൈസ് ഇന്നും നമ്മളൊരു അവിവേകം കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്താ പറയാമെന്ന് വിചാരിച്ചോ. ഇന്ന് നമ്മളൊരു അവിഹിതം കാണിക്കാം. അവിഹിതമല്ല, അത് നീ കാണിക്കുന്നത്. ഞാൻ അവിഹിതം, നമ്മൾ അവിവേകമാണ് കാണിക്കാൻ പോകുന്നത്. ആൾക്കാരെ കാണുന്നു. ഇന്നലെ പായസം ബർഗർ ആയിരുന്നെങ്കിൽ ഇന്ന് പായസം കട്ട്ലറ്റ് ഗൈസ്. കൊച്ചി ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. കൊച്ചി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് 2 ദിവസം കൊണ്ട് കൊച്ചി ഫുൾ എക്സ്പ്ലോർ. 3 ദിവസം കൊണ്ട് നീയുണ്ട്. എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യും? മന്തി കഴിക്കാൻ പോകുള്ള അവിടെ കട്ട്ലറ്റായി, ബർഗറായി, മന്തി പായസം കിട്ടും. മന്തി പായസം. ആ അപ്പോൾ ഗൈസ് നമ്മൾ കട്ട്ലറ്റ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കട്ട്ലറ്റും ഇവിടെ എന്തോ ലവ് ചായ ഉണ്ട്. ലവ് ചായയും ലവ് കട്ട്ലറ്റും കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്നുള്ള സാധനം. ഗൈസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തിനി ചുമ്മാ പറയാം, ചുമ്മാ ഇതിനാണ്. So guys, we are waiting for പറയട്ടെ. So guys, we are waiting for good cutlet, love cutlet, lovable cutlet, loving cutlet. ഇവിടെ ഓവർ ലവ് ആക്കി ചളവാക്കി കേട്ടാ ഗൈസ്. എന്തായാലും സ്നേഹം അത് വാരിക്കോരി കൊടുക്കാനുള്ളതാണ്, കിട്ടാൻ മേടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഓ മൈ ഗോഡ്. ഷാസിനെയൊക്കെ സമ്മതിക്കണം. ഒന്നിനുമില്ലടാ, ചുമ്മാ വെറുതെ. അതൊന്നും ഒന്നുമില്ല ഗൈസ്. നമ്മൾ കട്ട്ലറ്റ് വരട്ടെ, എന്നിട്ട് വീണ്ടും വരാം. ആൾക്കാർ സാധനം വന്നു. നമ്മുടെ കട്ട്ലറ്റ്സ് വന്നിരിക്കുകയാണ്. ബ്രോ ബർഗർ കട്ട്ലറ്റ് എടുക്കാൻ പറ്റും ഒരെണ്ണം, അതും കൂടെ വരണേ. അപ്പോൾ ഗൈസ് ബർഗർ കട്ട്ലറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നൊമാഡിയൻ സ്കാനിങ്. അതൊക്കെ ഏതൊക്കെയാടാ? പായസം, ഇത് പായസം, കാന്താരി, ഇറ്റാലിയൻ ചീസ്. ഇതാണ് പായസത്തിന്റെ സോസ് എന്ന് തോന്നുന്നു കേട്ടോ. പാലാണ് തോന്നുന്നു. ഇതാണ് പായസം ബർഗർ. അല്ല പായസം ബർഗർ. ഇവിടെ ഇന്നലെ പായസം ബർഗർ കഴിച്ചതിന് ശേഷം വായിൽ പായസം ബർഗർ എന്ന് തന്നെ വന്നോണ്ടിരിക്കുന്നത്. അത് അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. നൊമാഡിയൻ കട്ട്ലറ്റിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. കൊള്ളാം, നല്ല പാക്കിംഗ് ആണ്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. അതിന് ഇഷ്ടമാണ്. കിട്ടില്ല പാക്കിംഗ്. കഴിയടാ, നീ ഏതാണ് അത്? അതെ ഫസ്റ്റ് ഇറ്റാലിയൻ ചീസ് അല്ല കാന്താരി കട്ട്ലറ്റ്. എടാ കാന്താരി കട്ട്ലറ്റിലൂടെ ഡിപ്പ് ചെയ്യാൻ ഒരു സാധനം ഉണ്ട്. അത് അതല്ല, അതാ ഡിപ്പിംഗ് സാധനമാണ്. എങ്ങനെയുണ്ടാ വിത്തൗട്ട് ഡിപ്പ്? എങ്ങനെയുണ്ട്? ഇനി അവൻ വിറയ്ക്കും. അത് പിന്നെ പേരുണ്ടെങ്കിലും ഉണ്ടമുളകിന്റെ ടേസ്റ്റ് മോന്തയിലോട്ട് എടുത്ത് എറിഞ്ഞു കൊടുത്താലോ ഗൈസ്? അതാണ് ഞാനും അല്ലെങ്കിൽ ഇവിടെ കയറ്റി വിട്ടാലോ? വന്ന് നാട്ടിൽ വന്ന് നമ്മളെ ഏരിയ വന്ന് ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നു. ഫ്ലേവർ ഉണ്ടെങ്കിൽ എനിക്കൊരു ഉണ്ടമുളകിന്റെ ടേസ്റ്റാ കിട്ടുന്നത്. കാന്താരിയുടെ ഫ്ലേവർ ഉണ്ടെങ്കിലും ഉണ്ടമുളക് ഫ്രണ്ട് ഇരിക്കുകയല്ലേ നമ്മളാ. അത് ഇടും, അത് ഫസ്റ്റ് ഇടേ. എന്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കമന്റിലാണ് കേട്ടാ. മാഡിയാ തീർന്നടാ നീ. അതന്നെടാ അവന്റെ കണ്ണ് തീരുന്നതാണ് ഫുൾ ടൈം. ഓറഞ്ച് കണ്ണാടിയും ആ ഒരു അഭിനയം നോക്കിയാണ്. ഓഫ്, ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നൊമാഡിയൻ എന്ത് ചെയ്യുമായിരുന്നു? ഒരു കട്ട്ലറ്റ് കഴിക്കണതിന്റെ അഭിനയം നോക്കിയേ. നല്ല സോസ്, ഹാർട്ട് ബീറ്റ്. നമ്മളിങ്ങനെ ഇത് എടുത്തപ്പോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ അടിച്ചു ഹാർട്ടിന്റെ. കട്ട്ലറ്റ് നിങ്ങൾ അടിച്ചോ? അതിന്റെ അകത്ത് ആ എയർ ഇല്ലേടാ, അത് നമ്മളിങ്ങനെ കൈ വെക്കുമ്പോ ഇങ്ങനെ ടക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ഭാവന യൂസ് ചെയ്യുന്നതാണ്. നിന്നെ പോലെ ഇതിങ്ങനെ എടുക്കുന്നു നമ്മൾ ഡിപ്പിന് വയ്ക്കുന്നത്. എന്റെ വ്ളോഗിലും ഇതൊക്കെ കയറി വരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഗൈസ്. ഈ ഒരു മുളക് ചമ്മന്തി എന്താണെന്ന് എന്താണ് ഡിപ്പ് നമ്മൾ അതിൽ മുക്കുന്നു. മുളക് ചമ്മന്തി എന്ത്? കപ്പയും മീൻ കറിയോ? ഇഷ്ടപ്പെട്ടില്ലേ? മുളക് ചമ്മന്തി കൊള്ളാൻ കഴിച്ചത് എന്ത് സാധനമായാലും സാധനം പൊളിയാട്ടാ. ഓ ഇതിന്റെ എഫക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ ചൂടോടെ ആ എരി മുക്കി നമ്മൾ അടിക്കുമ്പോൾ ആ കിക്ക കൊണ്ട് അങ്ങനെ അടിക്കും. കൊള്ളാം, അടിപൊളി സാധനം. ഇത് കൊള്ളാൻ കഴിച്ചു. ഇത് സജസ്റ്റഡ് ആണ് ഈ സാധനം. അടുത്ത എന്തുണ്ട്? അടുത്ത ടൈപ്പ് അടുത്തതുണ്ട്. അത് ഇതാണ് ഇറ്റാലിയൻ ചീസ്. അല്ല അത് ഞാൻ ഇത് കഴിച്ച
നമ്മളെ ബർഗർ ഇത് വന്നു അതെടുത്തോ. ഇതാണ് അവരെ പുതിയ സാധനം അല്ലേ? ബർഗർ കട്ട്ലറ്റ്. അതായത് ഈ സെയിം ഹാർട്ടിന്റെ സാധനം എടുത്ത് ബണ്ണിന്റെ അകത്ത് വെച്ചേക്കും. ഇത് കൊള്ളാം കേട്ടാ. കഴിക്കണം. നിങ്ങൾ വേണ്ടേ? എടാ ആ സെയിം ചുവന്ന മുളക് ചമ്മന്തി ഇതിൻ്റെ അകത്തുണ്ട്. ആണോ? അതാണ് ഇതിന്റെ മെയിൻ ഐറ്റം. വേണ്ട ചുവന്ന പോകുമ്പോൾ നടക്കണ്ട. ലെറ്റ്സ് ട്രൈ ബർഗർ കട്ട്ലറ്റ് ഗൈസ്. ഇത് നല്ല നൊസ്റ്റാൾജിയ. അപ്പം നമ്മൾ നല്ല ചെറിയ ചെറിയ ബേക്കറിയിൽ വരെ ഈ ഒരു ചെറിയ ബർഗർ കട്ട്ലറ്റ് ഉണ്ട്. അതെ, ബർഗർ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മളൊക്കെ കഴിച്ച് വളർന്ന ഒരു സാധനമാണ്. സോ ഒരു കാന്താരിയുടെ ഫ്ലേവറും നല്ല ക്വാളിറ്റി കേട്ടാ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ബേക്കറി കിട്ടുന്നതിൽ തക്കാളി ഉള്ളി എല്ലാം വെച്ചേക്കും അവർ അതിൻ്റെ അകത്ത്, ലെറ്റ്യൂസൊക്കെ. കഴിച്ചതാണ് പായസം കട്ട്ലറ്റ്. നൊമാഡിയനെ നോക്കിയ പാലഭിഷേകം. നൊമാഡിയൻ പായസം ബർഗർ പായസം കട്ട്ലറ്റ് എന്നുണ്ടറാ? കൊള്ളാവോ? ഇന്നലത്തെ പായസം ബർഗറിന്റെ അത്ര കൊള്ളാവോ? അടിപൊളി. നമ്പറാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. പായസം കട്ട്ലറ്റ്. പക്ഷെ പായസം എന്ന് പറയുന്നത് ഒരു കസ്റ്റേർഡ് പോലെ നല്ല സോളിഡ് ആയിട്ട് ഇരിപ്പുണ്ട് ഇതിന്റെ അകത്ത് ഫില്ലിങ് കേട്ടോ. എന്താണെന്ന് നോക്കാം, ടേസ്റ്റ് നോക്കാം. നല്ല സാധനം. ഇത് അത്യാവശ്യം മധുരമുണ്ട്. നിങ്ങൾ സ്വീറ്റ് ടൂത്ത് ഉള്ളവർ വന്ന് കഴിക്കുക. അത് അയ്യോ ആരുടെ വന്നിരിക്കുന്നത്? എന്താണിത്? നൊമാഡിയന്റെ പരിചയക്കാരൊക്കെ വന്നിരിക്കുന്നു. കണ്ടം പൂച്ചകളൊക്കെ വന്നിരിക്കുന്നു. നൊമാഡിയൻ എൻ്റെ ട്വിന്നിങ് കറുത്ത ഉടുപ്പും മിക്കവാറും നൊമാഡിയന്റെ കൈ കടിക്കുന്ന സീനാണ്. പേടിച്ചിട്ട് താറിട്ട്. പൂച്ചയ്ക്കും ഇഷ്ടപ്പെട്ടു ലവ് കട്ട്ലറ്റ്. നൊമാഡി എങ്ങനെയുണ്ട് കട്ട്ലറ്റ്? കട്ട്ലറ്റ് എല്ലാം അടിപൊളി. കട്ട്ലറ്റ് വേണമെന്ന് പറഞ്ഞ് വർത്ത് ട്രൈ കട്ട്ലറ്റ് സ്പോട്ട് ആണ് ലവ് കട്ട്ലറ്റ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാന്താരി കട്ട്ലറ്റ്. പിന്നെ എനിക്ക് ഈ ബർഗറിന്റെ ഈ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാം. പായസം കട്ട്ലറ്റ് അത് കുറച്ച് ഹെവിയാണ് കേട്ടോ. കിക്കടിക്കും. ഞാൻ പറഞ്ഞു ഒരെണ്ണോ കഴിക്കാം. ഇത് സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് കഴിയാൻ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ കട്ട്ലറ്റ് ആണ്. ഇവിടെ ഇപ്പൊ ഈ ഫാമിലി ആയിട്ട് വരുമ്പം നിങ്ങൾ വലിയ ആൾക്കാർ കാന്താരി കട്ട്ലറ്റും കഴിക്കുക, പിള്ളേർ ഈ ഒരു പായസം കട്ട്ലറ്റും വാങ്ങിച്ചു കൊടുക്കുക. അതാണ് സേഫ് ഓപ്ഷൻ. നമ്മളത് കഴിച്ച് കഴിഞ്ഞാൽ കാലറി കൂടി ചത്തും കഴിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ലീവ് ഇറ്റ് ഫോർ ദ കിഡ്സ്. ഇതെന്താണ് ഇത്? കാന്താരി അല്ല, ഇതല്ലേ ചീസ്. ഇതും കൂടെ ട്രൈ ചെയ്യാം. ഇത് ഞാൻ കണ്ടില്ല. ചീസ്. ചീസാണ് അതിൻ്റെ അകത്ത്. ഇന്ന് ഒരുപാട് കലോറി അടിച്ചു കയറ്റി ഗൈസ്. ഇന്ന് വെറും കട്ട്ലറ്റാണ് കഴിച്ചത്, പക്ഷെ നല്ല രീതിയിൽ കലോറി കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് മൊത്തം ചീസാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ചുവന്ന ചമ്മന്തിയിൽ മുക്കിയിട്ട് ഹെവി ക്രഞ്ചാണ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ല, ഭയങ്കര ക്രിസ്പി. ഇവരിത് എന്ത് കോട്ടിംഗ് ആണ് യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒടുക്കത്തെ ക്രഞ്ചിയാണ് അവരെ കട്ട്ലറ്റിൻ്റെ ഈ ഒരു കവറിങ്. ക്രഞ്ച് പോകുന്നില്ല അല്ലേ തണുത്ത് കഴിഞ്ഞാലും. കട്ട്ലറ്റ് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ ഫസ്റ്റ് സ്പോട്ട് മെയിൻ സ്ഥലം ഇത് തന്നെ, ലവ് കട്ട്ലറ്റ്. ഇതൊന്ന് കൈ കഴുകാൻ പോകണം. അതാകുമ്പോൾ ചെടിക്കും വെള്ളം ഒഴിക്കാം. ഷോ എന്താ തോട്ട്ഫുൾ. ഇതാകുമ്പോൾ ചെടിക്കും വെള്ളം ഒഴിക്കാം. നമുക്ക് നമ്മളെ പോലെ ജീവനുള്ള സാധനമല്ലേ. ഈ ഏരിയയിലുള്ള ചെടിക്ക് മൊത്തം ഒഴിച്ചോളാം. അങ്ങനെ നാളെ തൊട്ട് ഇവിടെ വന്നിട്ട് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് പോ. രാവിലെ വൈകിട്ട് ദുബായിൽ നിന്ന് വന്ന് തോട്ടക്കാരൻ ഒരു ഇതെല്ലാം കഴിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ യാത്രയാവട്ടെ. ഇവനെ കൊണ്ടൊന്ന് തട്ടട്ടെ. പാക്കിങ് എടുത്തോണ്ട് വന്നേക്കുന്നത് അവിടെ പോയോണ്ടാണ്. കട്ട്ലറ്റ് ബോക്സ് സ്പെഷ്യൽ ഉണ്ട്, ചിക്കൻ ഉണ്ട്, വെജ് ഉണ്ട്, സീ ഫുഡ് ഉണ്ട്. സീ ഫുഡ് ആയിരുന്നു ഇനിഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രോൺസിന്റെ ആണല്ലേ? അതിപ്പോ നിർത്തിയെന്ന് തോന്നുന്നു. ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. പ്രോൺസ് ഇല്ല. അത് നൈസ് സാധനമല്ല. അപ്പൊ ശരി ഗൈസ്, ഒന്ന് ചായ കുടിച്ചു തോട്ടെ. ബൈ ഗൈസ്. നൊമാഡിയനെ കൊണ്ട് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് വന്നിരിക്കുകയാണ്. എനിക്കതിൽ ഹെൽത്തി ആയിട്ട് മതി. കൊച്ചിയിലെ ഐക്കോണിക് സ്ഥലമാണ്. ഇവർ ആദ്യമായിട്ടാണ് വരണമെന്ന് അല്ലേ? അങ്ങനെ ഉണ്ട് നൊമാഡിയ. കൊച്ചി പഴയ കൊച്ചിയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ നൊമാഡിയൻ പഴയ നൊമാഡിയനാണ്. ഓ മൈ ഗോഡ്. ഇതിനൊരു അന്ത്യമില്ലടേ. സമയമൊന്നും ഇല്ല തീരാൻ. സമയം കാലമൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ചുകൂടെ അതൊക്കെ കേട്ടിട്ട് വരാം.
നടുക്കിരിക്കുന്ന സൈഡിലിരിക്കുന്ന അധ്യക്ഷൻ, നടുക്കിരിക്കുന്ന മധ്യക്ഷൻ, അറ്റത്തിരിക്കുന്ന അറ്റൻഷൻ. കഴിഞ്ഞ കുടിച്ചോ? ഏതാണ് നിന്റെ നടുക്കിരിക്കുന്നത്? അറ്റത്തിരിക്കുന്ന അറ്റൻഷൻ, നടുക്കിരിക്കുന്ന നൊമാഡിയൻ, നടുക്കിരിക്കുന്ന മധ്യക്ഷൻ. നൊമാഡിയനാണ് മധ്യക്ഷൻ. നമ്മുടെ ഐക്കോണിക് ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചോ കടാ? ട്രൈ ചെയ്തോ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുള്ള. എവിടെ കത്രികയും സാമ്പാറും അല്ല. സോ വി ആർ ഗോണ ട്രൈ ഫ്രഞ്ച് ടോസ്റ്റ് ഫ്രം ഫ്രഞ്ച് ടോസ്റ്റ്. അതവിടെ ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്, എനിക്കതാണ് ഇഷ്ടം. സൂപ്പർ സാധനം. നൊമാഡിയനും കൂടെ തിന്നട്ടെ. നമ്മുടെ നാട്ടിലെ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്നാണ്. സൂപ്പറല്ലേ? രക്ഷയില്ലാത്ത സാധനമാണ് ഫ്രഞ്ച് ടോസ്റ്റ്. എടാ ഇത് പൊളിയും, ഇത് പൊളിയും. ഞാൻ എന്നെ നശിപ്പിക്കും. ഞാൻ എന്നെ ഓരോ സാധനങ്ങൾ മേടിച്ചു തന്നെ. അല്ല, നീ വല്ലപ്പോഴല്ലേ കൊച്ചി വരുന്ന, അപ്പൊ ഇവിടുത്തെ നൈസ് സാധനങ്ങളൊക്കെ കഴിച്ചോ? അത് പൊളിയാണ്, സൂപ്പർ സാധനം. എനിക്കൊരു വലിയ സിറപ്പും സ്ട്രോബെറിയൊക്കെ വാരി ഇടുന്ന ഇഷ്ടമല്ല. എനിക്ക് ഈ ക്ലാസിക് സാധനം മാത്രം ഇഷ്ടം. പ്ലെയിൻ ആയിട്ടാണ് കഴിക്കുക. സെറ്റല്ലേ? ആ അതാണ് ഭയങ്കര ലൈറ്റായിട്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രൈ ചെയ്തോളാം. കൊച്ചിയിൽ മഴ കാണിച്ചു കൊടുക്കുകയാണ് കഴിച്ചു നൊമാഡിയൻ. ഇതൊക്കെയാണ് ദുബായിൽ അവൻ മിസ് ചെയ്യണത്. മഴ ആദ്യമായിട്ട് കാണുന്ന പോലെ കൊച്ചു പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യുന്ന നൊമാഡിയൻ. ഞാൻ നൈസ് പൊളി മഴ കേട്ടാ, അടിപൊളി. നൈസ് നൈസ് വൈബ്. നൊമാഡിയൻ പോണതിന് മുമ്പേ ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ നിനക്ക്. അപ്പോൾ ഹാപ്പി ഓണം ഗൈസ്. ഇതെപ്പോഴാണ് വരണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഹാപ്പി ഓണം. നൊമാഡിയ ടാറ്റ, ബൈ 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 ബൈ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാടാ. വേടാ, നിന്നെ കാണാനല്ല, നീ ഇവിടെ ഉണ്ടല്ലോ. നമ്മളൊരു വ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞു, കൊളാബ് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാം സെറ്റ്, എല്ലാം സെറ്റ്. നമുക്ക് കാണാടാ, നമുക്ക് കാണാം. ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. മറ്റവനെ കൊണ്ട് ഒരുപാട് ഡിസ്കൗണ്ട് ഇട്ടാണ്. അതൊന്നും കുഴപ്പമില്ല, ഫുഡൊക്കെ നമുക്ക് സീനില്ല. അപ്പം ഗൈസ് നൊമാഡിയൻ പോവുകയാണ്. തിരിച്ച് ദുബായിലോട്ട് പാക്ക് ചെയ്ത് ഇവിടെയാണ് അവനെ. അടുത്ത പ്രാവശ്യം നീ അതിനെക്കാട്ടി കഷ്ടമാണ്. പാക്ക് ചെയ്ത് വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. കണ്ണ് തുറന്നു തുടങ്ങിയത്. ശോ, കരയണ്ടടാ, പോട്ട്, സാരമില്ല. ശരി ഗൈസ്, ഇന്നത്തേക്കുള്ള അത്രേ ഉള്ളൂ. അവനെ കൊണ്ടൊന്ന് ഹോട്ടലിൽ വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോകും. ബൈ.